ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗമാണ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 1 to 14. The third appearance of the risen Lord to his disciples. മൂന്നാമതായിട്ട് ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ്. ഇത് ഗലീലയിൽ നടക്കുന്നതാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സ്ഥലം അത് ജെറുസലേമിലാണ്. അവിടെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുവീൻ, ഞാൻ ഗലീലയിലേക്ക് വരുന്നുണ്ട്, അവിടെ വെച്ച് അവരെ കണ്ടുകൊള്ളാമെന്ന്. അങ്ങനെ യെരുശലേമിൽ നിന്നും ശിഷ്യന്മാരെല്ലാവരും ഗലീലയിൽ പോയി അവിടെ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ തോമാ ശ്ലീഹ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ. പിന്നെ കഴിഞ്ഞ ആഴ്ച പുതുഞാറാഴ്ച നമ്മൾ വായിച്ചു കേട്ടു, തോമാ ശ്ലീഹയുടെ ഉള്ളപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു മൂന്നാമത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇത് തിബരിയോസ് കടൽ തീരത്ത് വെച്ച്, ഗലീല തടാകത്തിന് തീരത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. 7 ശിഷ്യന്മാർ, പത്രോസും ഉൾപ്പെടെയുള്ള പത്രോസ്, തോമസ് അപ്പോസ്തലൻ, നഥാനിയേൽ, നമുക്കറിയാവുന്ന നഥാനിയേൽ, അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ബർത്തുൽമായി ആണെന്നാണല്ലോ വിശ്വാസം. നഥാനിയേൽ, സബദി മക്കളായ യാക്കോബും യോഹന്നാനും, പിന്നെ 2 പേരും, അവരുടെ പേര് പറഞ്ഞിട്ടില്ല, പിന്നെ 2 പേര്, 2 others, പിന്നെ 2 പേരും എന്നാ പറഞ്ഞു. അങ്ങനെ 7 പേര്. അവർ കൂടിയിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഒരുപക്ഷെ അവർ യെരുശലേമിൽ നിന്ന് വന്ന് യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പക്ഷെ 2 പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞെങ്കിലും ക്രിസ്തു കൂടെ ഉണ്ടാകുന്നില്ല. പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുകയാണല്ലോ. ക്രിസ്തു 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു, അവരെ കമ്മീഷൻ ചെയ്തു, ഒക്കെ ചെയ്തിട്ട് പിന്നെ അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ തൊഴിലായ മീൻപിടുത്തം ചെയ്യാം എന്ന ധാരണയിൽ പത്രോസ് പറഞ്ഞു, ബോറടിക്കില്ലേ, ചുമ്മാ ഇരിക്കില്ലേ. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുകയും കമ്മീഷൻ ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്കയും ഒക്കെയായിട്ട് അവർ പ്രയാസത്തിലായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. വളരെ പ്രൊഫഷണൽ ഫിഷർമെനാണ് അവരെല്ലാം. വളരെ ഭംഗിയായിട്ട് മീൻ പിടിക്കാൻ അറിയാം. ഗലീല തടാകത്തിൻ്റെ എവിടെയൊക്കെയാണ് വല വീശേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. രാവിലെ ആകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ മീൻ പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ടൊരിക്കൽ ഈ ശംഖുമുഖത്ത്, തിരുവനന്തപുരം ശംഖുമുഖത്ത് പോയി. മീൻപിടുത്തക്കാർ വല വീശിയിട്ടിട്ട് രാവിലെ അത് വലിച്ച് കയറ്റുന്ന ആ സന്ദർഭത്തിൽ ഞാൻ പോയി കണ്ടു. അത് വളരെ ആയാസകരമായ ഒരു പണിയാണ്. വളരെ ബുദ്ധിമുട്ട്. വളരെ അധികം പേര് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ സകല എനർജിയും എടുത്തുകൊണ്ട്, ചില ശബ്ദങ്ങളൊക്കെ ആ എനർജി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് ഇവർ വളരെ ആയാസത്തോട് ഇത് വലിച്ചു കയറ്റും. വളരെ പ്രയാസപ്പെട്ട് ഇത് വലിച്ചു കയറ്റും. ചില വല വലിച്ചു കയറ്റുമ്പോൾ അതിലൊന്നും കാണുകയില്ല, ഒന്നും കാണുകയില്ല. അപ്പോൾ അവരുടെ ഒരു നിരാശയും പ്രയാസവും ഒക്കെ ഉണ്ട്. ആ നിരാശയും പ്രയാസവും ഒക്കെ അവർ പ്രകടിപ്പിക്കുന്നത്
അവർ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് അടുത്ത് നിന്ന് കേൾക്കാൻ കൊള്ളുകയില്ല. അത്ര നിരാശയിലായിരിക്കും അവർ. സത്യത്തിൽ ആ തരത്തിലുള്ള ഒരു നിരാശയുടെ ആയിരിക്കണം ഈ ശിഷ്യന്മാർ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവരുടെ നിരാശ എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ക്രിസ്തു അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ, ഞാൻ ഈ ശംഖുമുഖത്ത് കണ്ട മനുഷ്യരുടെ, മീൻപിടുത്തക്കാരുടെ മാനസികാവസ്ഥയിലല്ല അവർ പ്രതികരിച്ചതെന്നുള്ളതാണ് അവരുടെ മഹത്വം എന്നുള്ളത്. അവർ വളരെ ശാന്തമായി അവരുടെ നിരാശയും പ്രയാസവും ഒക്കെ മനസ്സിൽ അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രതികരണം ഒന്നും ലഭിച്ചില്ല. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അപ്പോൾ കർത്താവ് പറഞ്ഞു, പടകിൻ്റെ വലതുവശത്ത് നിങ്ങൾ വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അവരതുപോലെ ചെയ്തു. അത്ര ശാന്തരായ മനുഷ്യരായിട്ട് നമുക്ക് ആ വേദഭാഗത്ത് അവരെ കാണാൻ സാധിക്കും. 3.5 വർഷം ക്രിസ്തുവിനോട് കൂടി നടന്ന മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റമാണത്. അവരുടെ ശാന്തതയും സൗമ്യതയും ഇടപെടലുകളിലുള്ള ആ സൗമ്യതയുമൊക്കെ 3.5 വർഷം ക്രിസ്തുവിനോട് കൂടെ നടന്നതിൻ്റെ പരിണിത ഫലമാണ്. അല്ലെങ്കിൽ അങ്ങനെയല്ല അവർ പ്രതികരിക്കേണ്ടത്. അവരുടെ നിരാശയും വിഷവുമൊക്കെ പ്രതികരിക്കുന്ന ഭാഷയും ശബ്ദവുമൊക്കെ വ്യത്യസ്തമാകേണ്ടതാണ്. അവരതുപോലെ ചെയ്തു. അവർക്ക് വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി. വല പൊട്ടുമാറ് 153 തരം പെരുത്ത മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ ലഭിച്ചാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരിക്കാം കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്? 127-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. എന്താ അവിടെ പറയുന്നത്? 127-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് സുപരിചിതമാണല്ലോ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ആ ഒരു ബോധ്യം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വേദഭാഗമാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയ പാഠം. അവർ വലിയ സ്കില്ലുള്ള, മീൻപിടുത്തത്തിൽ വളരെ പ്രാവീണ്യം ലഭിച്ചിട്ടുള്ള സ്കിൽഡ് ഫിഷർമെൻസ് ആണ് അവർ. സ്കിൽഡ് ആയിട്ടുള്ളവരാണത്. പക്ഷെ എത്ര സ്കില്ലും എത്ര പ്രൊഫഷണലിസവും ഉണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, യഹോവ നമ്മെ കരുതുന്നില്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും നാം നേടിയെടുത്ത എല്ലാ സ്കില്ലും എല്ലാ പ്രൊഫഷണൽ വാല്യൂസും അതിനൊന്നും അർത്ഥമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയാണ്. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് 3-ാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ കർത്താവ് പല പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ശിഷ്യന്മാരുടെ മാത്രമാണല്ലോ. ഇത് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകൾക്കാണ്. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകൾക്കാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുവീൻ. ആരോട്? ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നുള്ള ശിഷ്യന്മാരെ അറിയിക്കുവീൻ. അതുകൊണ്ട് ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സ്ത്രീകളായിരിക്കും. ആദ്യത്തെ സുവിശേഷം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത ലോകത്തെ അറിയിച്ചത് ഈ സ്ത്രീകളാണ്. അതുകൊണ്ടാണ് വിവരമുള്ളവർ പറയാറുണ്ടല്ലോ, അമ്മയുടെ പഠിപ്പിക്കലുകളാണ് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ മാർഗദർശനങ്ങൾ എന്ന്. ഒരമ്മ വീട്ടിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, അമ്മ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ, അമ്മ പഠിപ്പിക്കുന്ന ജീവിത മൂല്യങ്ങൾ ഒക്കെയാണ്
അല്ലെങ്കിൽ ഒരു അമ്മ മാതൃകയാക്കി കൊടുക്കുന്ന മാതൃകകളാണ് ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ പാഠങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ എന്നൊക്കെ അറിവുള്ളവർ പറയാറുണ്ടല്ലോ. അങ്ങനെ സ്ത്രീകൾക്ക് ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാർക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു ഇതിന് തൊട്ട് മുമ്പായിട്ട്. മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ കമ്മീഷൻ ചെയ്തു. ദ ഗ്രേറ്റ് കമ്മീഷനിങ് എന്ന് പറയുന്ന കമ്മീഷനിങ് അവരെ കമ്മീഷൻ ചെയ്ത് അയക്കുകയാണ്. ഗോ ടു ദി എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ബാപ്റ്റൈസ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. ലോകത്തിന്റെ അന്ത്യത്തോളം അവസാനത്തോളം നിങ്ങൾ പോകുകയും, ലോകത്തിന്റെ അവസാനത്തോളം നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഒരു മാമോദീസ എല്ലാവരെയും നാനാജാതി ബാപ്റ്റൈസ് ഓൾ നേഷൻസ് ആണ്. എല്ലാവരെയും എല്ലാ ജാതിക്കാരെയും എല്ലാ ദേശക്കാരെയും മാമോദീസ മുക്കി ക്രിസ്തുവിലേക്ക് ചേർത്തുകൊള്ളുവീൻ എന്നുള്ളത് അങ്ങനെ പറഞ്ഞയക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അവരെ കമ്മീഷൻ ചെയ്ത് അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവിടെയും ഒരു പർപ്പസ് ഉണ്ട്. സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ഒരു പർപ്പസ് ഉണ്ട്. ശിഷ്യന്മാർക്ക് മറ്റ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഒരു പർപ്പസ് ഉണ്ട്. ഇവിടെയും പ്രത്യക്ഷപ്പെടലിന്റെ ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത ദൗത്യത്തിലേക്ക് ലോകത്തിന്റെ അവസാനത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ എന്നുള്ള നിങ്ങളുടെ ജീവിത ദൗത്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടാതെ, എൻ്റെ സാന്നിധ്യമില്ലാതെ, എൻ്റെ പ്രസൻസ് ഇല്ലാതെ അനുഭവിക്കാതെ നിങ്ങൾ പോയാൽ നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചാലും ഫലമുണ്ടാകുകയില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ അപ്പർ റൂം കോഴ്സ് എന്ന് പറയുന്ന വലിയ പ്രസംഗമുണ്ടല്ലോ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തുടങ്ങി 17-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന ദീർഘമായ പ്രസംഗം. അതിൽ 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ ഫലം കായ്ക്കും. നിങ്ങൾ കഴിവുള്ളവും പ്രാപ്തിയുള്ളവരായിരിക്കാം. നിങ്ങൾ എല്ലാ പ്രൊഫഷണൽ സ്കില്ലും ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാം നേടിയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ക്രിസ്തു നിങ്ങളോട് കൂടെ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും വൃഥാവായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഈ 3-ാമത്തെ പ്രത്യക്ഷപ്പെടൽ അതിന് ഒരു പാഠമാകുവാൻ തക്കവണ്ണം കർത്താവ് തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ക്രിസ്തു വരികയും രാത്രി മുഴുവൻ അധ്വാനിച്ച് ഫലം ലഭിക്കാതിരുന്നവർക്ക് കർത്താവിന്റെ ശബ്ദം കേട്ട് അനുസരണയോടുകൂടി, അനുസരണം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ, ദൈവത്തെ മുഖാമുഖം കണ്ട സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു സംഗതി 50-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണത്. 50-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. നീ നിരാശയുടെയും പ്രയാസത്തിന്റെയും ജീവിതത്തിന്റെ വഴികളിലാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, നീ എന്നെ വിളിച്ച് അപേക്ഷിക്കണം. അവിടെ എഴുതാത്ത ഒരു വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. നീ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിനക്ക് ഉത്തരമരുളും, ഞാൻ നിന്നെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കും. അവിടെ തീരുന്നില്ല. ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയി മാറി. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്ന അടുത്ത വാക്യം കൂടെ നമ്മൾ ഓർമ്മ വരണം. എന്താണെന്നറിയാമോ? നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നാം കഷ്ടതയിലായിരിക്കുമ്പോൾ നാം വിളിച്ചപേക്ഷിച്ച് കർത്താവ് ഉത്തരം അരുളി അനുഗ്രഹത്തിന്റെ വഴികളിലേക്ക് വരുമ്പോ പിന്നെ ക്രിസ്തുവിനെ മറന്നു പോകരുത്, മധ്യസ്ഥന്മാരെയും മറന്നു പോകരുത്. പരുമല വന്ന് പരുമല പുണ്യവാളന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിയിട്ടുള്ളവരുണ്ടാകാം, ജോലി കിട്ടിയിട്ടുള്ളവരുണ്ടാകാം. എല്ലാവരും ഇതൊക്കെ നേടിയിട്ട്
അന്ന് നേർച്ചയിട്ട് പോയി കഴിഞ്ഞ് പിന്നെ മധ്യസ്ഥനെ മറക്കുകയും ദൈവത്തെ മുമ്പിൽ പിന്തിരിഞ്ഞ് ജീവിതത്തെ വഷളാക്കി കളയുകയും ചെയ്യരുത്. പിന്നെന്താ പറയുന്നത്? സങ്കീർത്തനക്കാരൻ 50-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിൽ വളരെ വലിയ നിർദ്ദേശമായിട്ട് അദ്ദേഹം പറയുന്നത്, നീ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നിനക്ക് ലഭിച്ച നന്മകൾക്ക്, നിന്റെ നിരാശയിൽ നിന്നെ കരുതിയ ദൈവത്തെ നീ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ജോലി കിട്ടിയവർ ദശാംശം കൊടുക്കുന്നവരായിരിക്കണം. ആരോഗ്യം ലഭിച്ചവർ അവരുടെ സമയത്തിന്റെ അധ്വാനങ്ങൾ, അവരുടെ സമയത്തിന്റെ ദശാംശം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേർതിരിക്കുന്നവരായിരിക്കണം. ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് മുഖാന്തരമായി നമ്മൾ ക്രമീകരിക്കണം. ഇത് സങ്കീർത്തനക്കാരൻ പ്രത്യേകമായിട്ട് പറയുന്ന സംഗതിയാണ്. ശിഷ്യന്മാര് രാത്രി മുഴുവൻ അധ്വാനിച്ച് നിരാശയിലായിരുന്നു. കർത്താവ് വന്നു, അവരുടെ പ്രയാസം മനസ്സിലാക്കി അവരെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം വലിയ പെരുത്ത മീൻകൂട്ടം, വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി. പിന്നെ അതിനുശേഷം പിന്നെ ആ സുവിശേഷ ഭാഗം അവസാനിക്കുമ്പോൾ 14 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് ധ്യാനിക്കണം. അത് വളരെ മനോഹരമായ ഇട്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ സംഭവത്തെ വിവരിക്കുന്നത്. എന്നിട്ട് അവർ ക്ഷീണിച്ച് വരികയാണല്ലോ, രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവർക്ക് വേണ്ടി വറുത്ത മീൻ he invited for a fish fry meal. He invited the disciples for a fish fry meal. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓരോ ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലിനും ആ ദൗത്യത്തിനൊരു പ്രത്യക്ഷപ്പെടലിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇത് നമുക്ക് തോന്നും അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ഫിഷ് ഫ്രൈ മീൽ റെഡിയാക്കി വെച്ചുകൊണ്ടാണ്. അവർ നോക്കിയപ്പോ മീൻ വറുത്തതും തീക്കനലും ഒക്കെ ആയിട്ട്, അപ്പവും തീക്കനലും ഒക്കെ ആയിട്ടിരിക്കുന്നു. വന്ന് ഭക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 അപ്പിയറൻസും യേശു ക്രിസ്തു ശിഷ്യൻ ചെയ്ത് സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നതായിരുന്നു. ലോകത്തിന്റെ അവസാനത്തോളം പോയി നിങ്ങൾ എൻ്റെ നാമത്തിൽ മാമോദീസ സകല ജാതികളെയും ശിഷ്യപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞ അതിനുശേഷമുള്ള ഫെലോഷിപ്പ് മീൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഫെലോഷിപ്പ് മീൽ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് എല്ലാ സുഹൃത്ത് ബന്ധങ്ങൾക്കും ആത്മാർത്ഥതകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിവരമുള്ളവർ പറയുന്നത്, ഭവനങ്ങളിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെ അറ്റ്ലീസ്റ്റ് വൈകിട്ട് ഡിന്നറെങ്കിലും ഒന്നിച്ചു കഴിക്കണമെന്ന്. ടി വി എല്ലാം ഓഫ് ചെയ്ത് മൊബൈൽ ഫോണൊക്കെ ദൂരെ മാറ്റി വെച്ച് എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് പരസ്പരം ഫുഡ് സെർവ് ചെയ്ത്, ഓരോരുത്തർക്കും ഫുഡ് സെർവ് ചെയ്ത് കുശലം പറഞ്ഞ്, അന്ന് അവർ പരസ്പരം തമ്മിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളിലെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ഒരു മീൽ എങ്കിലും ഒരു ഭക്ഷണമെങ്കിലും ഒന്നിച്ചിരുന്ന് ഈ സ്നേഹ സൗഹൃദത്തിൽ കഴിയണമെന്നുള്ളത്. ആ സൗഹൃദത്തിലാണ് ഇന്റിമസി, ആത്മബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകുന്നത്, ഇന്റിമസി ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് വേണം പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മയുടെ ശക്തിയിലും നമ്മൾക്ക് മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത്. അതുകൊണ്ട് ഈ ആദ്യത്തെ 2 അപ്പിയറൻസിലും കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് തന്റെ സുവിശേഷത്തിന്റെ ദൗത്യം ഭരമേൽപ്പിച്ചിട്ട് ഈ മൂന്നാമത്തെ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഗലീല കടലിന്റെ തീരത്ത് he prepared a fish fry meal for them. He prepared a fish fry meal. അവർക്ക് വേണ്ടി ഒരു ഫെലോഷിപ്പ് മീൽ, സദ്യ അവർക്ക് വേണ്ടി ഒരുക്കി. ആ ഫെലോഷിപ്പ് മീലിൽ അവർ ഭക്ഷണം പങ്കിട്ടെടുത്തു. സൗഹൃദങ്ങൾ പുതുക്കി, ബന്ധങ്ങൾ ദൃഢമാക്കി, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കി. അതിനുശേഷമാണ്
തന്റെ ദൗത്യ നിർവഹണത്തിനായി ലോകത്തിന്റെ അവസാനത്തോളം പോയി സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യം അവരേറ്റെടുത്തത്. കർത്താവിൽ വിശ്വാസികളെയും കർത്താവിടെ ആവശ്യപ്പെട്ട ഈ ശിഷ്യന്മാരുടെ ആവശ്യപ്പെട്ട ഈ ബന്ധത്തിന്റെ ദൃഢത ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ കഴിക്കും. അങ്ങനെ ദൈവത്തിൽ വസിക്കുകയും ബന്ധങ്ങളിൽ ഊഷ്മളതയുള്ളവരാകുകയും ചെയ്ത് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന സത്യക്രിസ്ത്യാനികളായി വളരുവാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യവും അനുഗ്രഹങ്ങളും നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.